പ്രഭു തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഇന്ന് ഈ മംഗള മുഹൂർത്തത്തിൽ, ഈ ഒരു അത്ഭുതകരമായ ദൈവാനുഗ്രഹ നിമിഷത്തിൽ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സൺ ബൈ പേഴ്സൺ, ഫാമിലി ബൈ ഫാമിലി, ഓരോ കുടുംബങ്ങളിലും ദൈവകൃപ സമൃദ്ധിയിൽ നിറയട്ടെ എന്ന് യേശുവിൻ്റെ അത്യുന്നത നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെബ്രായ ലേഖനം 11 അധ്യായം 6 വാക്യത്തിൻ്റെ 2 ഭാഗം, ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 6b. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Hebrew chapter 11 verse 6. No one can please God without faith. For whoever comes to God must have faith that God exists and He rewards those who seek Him. We read this word of God in Good News Bible. Hallelujah. Hallelujah. According to Good News Bible, we read like this: no one can please God without faith. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് കർത്താവിന് സന്നിധിയിലേക്ക് വരുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, അവൻ്റെ മനസ്സിൽ വേണ്ട വിധം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്, തൻ്റെ സന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ പൂർവികർ അംഗീകാരത്തിന് അർഹമായത് ഈ വിധമുള്ള ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവമായ കർത്താവ് ഇന്ന് ഈ നിമിഷം നമ്മളെ പേര് ചൊല്ലി നമ്മൾ ഓരോരുത്തരും തൊട്ട് വിളിക്കുകയാണ്. മകനെ, മകളെ, നിൻ്റെ ഹൃദയത്തിൽ ജീവനുള്ളൊരു വിശ്വാസം നീ കാത്തു സൂക്ഷിക്കുക. പ്രാർത്ഥിക്കുമ്പോഴും ദേവാലയത്തിലേക്ക് പോകുമ്പോഴും വചനം കേൾക്കുമ്പോഴും ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണം. ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുണ്ടെന്ന് വിശ്വസിക്കണം. നിന്നെ ദൈവം കാണുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഫിലോമിന തോമസ്, സ്ഥലം കണ്ണമാലി. ഫിലോമിന തോമസ് കണ്ണമാലിന്ന് ദേ നോക്കിയ കണ്ണമാലി കാര്യം കുറഞ്ഞ് ഇരുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതങ്ങളുടെ പെരുമഴ, വെള്ളപ്പൊക്കം പോലെ അത്ഭുതം ചെയ്യുന്നത് കൊടുത്ത സ്ഥലമാണ് കണ്ണമാലി. പറഞ്ഞോ. 10 വർഷമായി ഞങ്ങൾ വീട് വെക്കാനായിട്ട് ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനൊരു യാതൊരുവിധ ഇതും ഉണ്ടായില്ല. കഴിഞ്ഞ തറ കെട്ടിയിട്ടല്ലാതെ ഒരു തരി മണ്ണ് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റാത്ത വിധം അങ്ങനെ തറ 10 വർഷമായി മഴ നനഞ്ഞ് അവിടെ കിടക്കുക. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ദിവസം 2 ദിവസം ഞാൻ ഇവിടെ വന്നു ഇതിൽ കൺവെൻഷനിൽ പങ്കെടുത്തു. അഴീക്കൽ കൺവെൻഷനിൽ, തെക്കൻ അഴീക്കൽ നല്ല എൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്നിട്ട് ആ ഗോവയിൽ വന്ന് പങ്കെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ കരഞ്ഞുള്ള പ്രാർത്ഥന, കണ്ണുനീരിട്ടുള്ള പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് 10 വർഷമായിട്ട് ഒരു തറയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കുക ഇതുവരെ പറ്റിയിട്ടില്ല കർത്താവേ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളിയാണ്. കൂടാതെ തന്നെ എൻ്റെ മകളും ഭർത്താവും കൂടി അട്ടപ്പാടിയിൽ പോയി ഒരു കല്ല് അവിടെ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞ്, അമ്മ ഇത് വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് തറയിൽ കുഴിച്ചിടാൻ പറഞ്ഞു. ഈ തറയിലേക്ക് ഈ കല്ല് അങ്ങോട്ട് കുഴിച്ചിടാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. നോക്കിയെന്ന് വിശ്വാസത്തിൻ്റെ ഓരോരോ ശുശ്രൂഷകൾ കണ്ട.
മാർച്ചിൽ പണി തുടങ്ങി ഏപ്രിൽ ആയപ്പോഴേക്കും ജൂൺ ജൂലൈ ആയപ്പോൾ പണി പൂർത്തിയായി. ഓഗസ്റ്റിൽ ഞങ്ങൾ അവിടെ താമസം തുടങ്ങി. കയറി താമസിച്ച് പുതിയ വീട്ടിൽ നിന്ന് വന്നിരിക്കണേ. അതെ അതെ. ദേ പുതിയ, കഴിഞ്ഞ വർഷം വെറും തറ, ഇപ്പൊ പുതിയ വീട്ടിൽ നിന്ന് വന്ന് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ തക്കവിധം ദൈവം ഒരു അത്ഭുതം അങ്ങോട്ട് ചെയ്തു കൊടുത്ത് ആ കല്ല് അവിടുന്ന് മുളച്ചങ്ങോട്ട് വളർന്നൊരു വീടായിട്ട് അങ്ങോട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബം ആരാ അത് കല്ലെടുത്തോണ്ട് വന്ന അവിടുന്ന് പറഞ്ഞ ആരാ കല്ലെടുത്തോണ്ട് വന്നത്? മകള്. ആളെ പിടികൂടാൻ വേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞ് എന്തായാലും ശരി. ആ മകളുടെ വിശ്വാസം കണ്ടോ, അപ്പനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മക്കളിലേക്ക് ആ വിശ്വാസം പകരും. പിന്നെ നമുക്ക് വയ്യാതാകുമ്പോൾ നമ്മുടെ മക്കളുടെ വിശ്വാസം നമ്മളെ സംരക്ഷിക്കും. കണ്ട, വിശ്വാസം ഉണ്ടായ പോരാ, അത് മക്കളിലേക്ക് പകർന്നു കൊടുത്താൽ നമുക്ക് വയ്യാതാകുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ മക്കളുടെ വിശ്വാസം നമ്മളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. മക്കളെ, ചെറുപ്പക്കാരെ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചളുക്ക പുളുക്കെന്നുള്ള ഫാൻസ് നോക്കിയിട്ട് നടന്നാൽ പോരാ. നമ്മൾ നല്ല വിശ്വാസത്തിൻ്റെ നല്ല ഒരു അഭിഷേകം സ്വീകരിച്ചാൽ നാളെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് തളർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 വർഷമായി കുടുംബത്തിലൊരു കണ്ണുനീര്, ഒരു തറ കെട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ കുടുംബം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലൊരു പ്രാർത്ഥനയാണ്. അതിനുശേഷം വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യാണ്. ഈ ഒരു കല്ല് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ തറയിൽ വെക്കും, എൻ്റെ വീട് പണി കർത്താവ് പൂർത്തിയാക്കി തരും. ആ വിശ്വാസത്തിൽ ആ കല്ല് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ തറയിൽ കൊണ്ടുവച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങളായി 10 വർഷമായി ബ്ലോക്കായി കടന്നിരുന്ന ആ വീട് പണി വളരെ ദ്രുതഗതിയിൽ പൂർത്തിയായി. അതിൽ താമസിച്ച് ഇതാ ആ കുടുംബം ഇന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് വിത്ത് റിഗാർഡ് ടു ഫെയ്ത്ത്. വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. അതിൽ സാൽവിഫിക് ഫെയ്ത്ത് ഉണ്ട്, രക്ഷ നൽകുന്ന വിശ്വാസം. യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച്, സ്വന്തം ജീവിതത്തിൻ്റെ പാപപരിഹാര ബലി യേശുവിനെ ആരാധിച്ച് നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്ന സാൽവിഫിക് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന വിശ്വാസം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള വിശ്വാസത്തിൻ്റെ ഒരു ലെവലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 1 and 2. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ഇത് നമ്മൾ മറക്കുകയാണ്. ഈ ദൈവ തിരുവചനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഗുഡ് ന്യൂസ് ബൈബിളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ടു ഹാവ് ഫെയ്ത്ത് ഈസ് ടു ബി ഷുവർ ഓഫ് തിങ്സ് വി ഹോപ്ഡ് ഫോർ, to be certain of things we cannot see. It was by their faith that people of ancient times won God's approval. If you want to win God's approval, if you want to win God's approval, we must have faith. ഇത് മൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. They believed what they didn't see. അവർ കാണാത്തതിനെ അവർ വിശ്വസിച്ചു. ദൈവമുണ്ടെന്നും ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും അവർ ഉറപ്പായി അങ്ങോട്ട് വിശ്വസിച്ചു. They believed in an unseen God, and a God who gives rewards for those who seek him. അവനെ അന്വേഷിക്കുന്നവർക്ക്
അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് അവർ ഉറപ്പായും വിശ്വസിച്ചു. അങ്ങനെ നമ്മുടെ പൂർവികർ അംഗീകാരത്തിന് അർഹരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം ദൈവമക്കളെ വളരെയധികം ക്ലേശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഹൃദയങ്ങളിൽ നിന്ന് സാത്താൻ കവർന്നു കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചോ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിനെക്കുറിച്ചോ അങ്ങോട്ട് ഉറപ്പ് അങ്ങോട്ട് എപ്പോഴും കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചു, കുറച്ച് കാലം കഴിഞ്ഞു, ഒരു കാര്യത്തിന് ഒരു അനക്കം കണ്ടില്ലെങ്കിൽ ഉടനെ അവർ അസ്വസ്ഥരാവുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഉറപ്പായും വിശ്വസിക്കണം, ദൈവമുണ്ടെന്നും ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഒരു ഉദാഹരണം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ഉം 18-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സസ് 17 and 18. Elijah was a man of like nature with ourselves, and he prayed fervently that it might not rain. And for 3 years and 6 months it did not rain on the earth. Then he prayed again, and the heaven gave rain, and the earth brought forth its fruit. ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും പെയ്തില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. ഞാൻ പ്രാർത്ഥിക്കും, ദൈവം അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കണം. ദൈവം റിവാർഡ് നൽകുന്നവനാണെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് വീണ്ടും പറയാണ്, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം തുറക്കപ്പെടുകയും മഴ പെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഏലിയ പ്രാർത്ഥിച്ച സമയത്ത് ആകാശം തുറന്നതും മഴയുണ്ടായതും? അത് തന്നെ മനസ്സിലാക്കണം. ഏലിയ പ്രാർത്ഥിക്കുന്ന മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊടും വരൾച്ചയാണ്. എങ്ങും വലിയ ചൂടും ഒരു മഴയ്ക്ക് സാധ്യതയില്ലാത്ത അവസ്ഥ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കർമ്മല മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് വന്ന് പറഞ്ഞു, ഒന്നുമില്ല. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നൊരു അന്തരീക്ഷം അവിടെ ഇല്ല, മഴയുടെ കാറില്ല, യാതൊരു സാധ്യതയില്ല. നല്ല പൊരിവെയിൽ, മഴയുടെ ഒരു ലക്ഷണം, ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത സമയം. അപ്പോൾ ഏലിയ വിശ്വാസം കൊണ്ട് അങ്ങോട്ട് ക്ലെയിം ചെയ്തിട്ട് പറയുകയാണ്, ആഹാബ് രാജാവേ, ഇതാ മഴ പെയ്യാൻ പോകുന്നു, ഇതാ മഴയുടെ ഇരമ്പൽ ഇതാ കേൾക്കുന്നു, നീ വേഗം പോയിക്കൊള്ളുക, മഴ പെയ്യും. എന്നിട്ട് ഏലിയ കർമ്മല മലയുടെ മുകളിൽ കയറി പ്രാർത്ഥന ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഭൃത്യനോട് പറഞ്ഞു, ഭൃത്യ കടലിലേക്ക് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഭൃത്യൻ കടലിലേക്ക് പോയി നോക്കിയിട്ട് എന്ന് പറഞ്ഞു, അവിടെ ഒന്നും കാണാനില്ല, പൊരിവെയിൽ, മഴമേഘത്തിൻ്റെ ഒരു കഷ്ണം പോലും കാണാനില്ല. ഇങ്ങനെയാണ് ഭൃത്യൻ ഏലിയായ്ക്ക് മറുപടി കൊടുക്കുന്നത്. പക്ഷേ ഏലിയായുടെ വിശ്വാസം, ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു. എന്നിട്ട് കടലിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ പോയിട്ട് വന്നു പറഞ്ഞു, ഒന്നും കാണാനില്ല, മഴ ഈ അടുത്ത കാലത്തൊന്നും പെയ്യുമെന്ന് തോന്നുന്നില്ല. അതേപോലെയാണ് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു, പോയി നോക്കാൻ പറഞ്ഞു. അവൻ 7 തവണ പ്രാർത്ഥിച്ചു. 7-ാം തവണ ഭൃത്യം വന്നിട്ട് പറയുകയാണ്, ഒരു കൈപ്പത്തിയോളം വലുപ്പമുള്ള ഒരു മേഘം കാണുന്നുണ്ട്.
ഒരു കൈപ്പത്തിയോളം എന്താ ഒരു ഒരു കൈപ്പത്തിയുടെ വലുപ്പമുള്ള മേഘത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് വലുതായി, അത് കാറ്റ് വീശി, അത് വലിയ ഇരുട്ടായി, അത് വലിയ മഴയായിട്ട് അങ്ങോട്ട് പേമാരിയായിട്ട് അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്യും, ദൈവം ഇടപെടും, ദൈവം ഇടപെടും. Hallelujah. 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 1 Kings chapter 18 verses 41 to 46. In RSV, we read like this. And Elijah said to Ahab, go up and eat and drink, for there is a sound of rushing of rain. So Ahab went up to eat and drink. And Elijah went up to the top of Carmel, and he bowed himself down upon the earth and put his face between his knees. And he said to his servant, go up now, look toward the sea. He went up and looked and said, there is nothing. And he said, go again 7 times. All the time the servant said, nothing, nothing. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പിറിച്ചു പറഞ്ഞു ഒന്നുമില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ ആ അഭിഷേകം നിറഞ്ഞ ഏലിയ പറഞ്ഞു, ഇല്ല, മഴ പെയ്യും. 7 തവണ സംഭവിച്ചു. അതുതന്നെയാണ് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. മാർക്ക് chapter 11 verse 24. So I tell you, whatever you ask for in prayer, believe that you have received it and it will be yours. ഒരു അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിനി. ഞാൻ പള്ളിത്തൊട്ടിൽ നിന്ന് വരുന്നു. 1.5 വർഷമായി എൻ്റെ കൈയുടെ 10 വിരലിലും പഴുത്ത് ചോര വരുമായിരുന്നു. പരീക്ഷ എഴുതുമ്പോഴെല്ലാം പരീക്ഷ പേപ്പറിൽ ചോരയും പഴുപ്പും വീണിട്ട് ഞാൻ പരീക്ഷ എഴുതാതെ പോന്നിട്ടുണ്ട്. ഇവിടെ വന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1.5 വർഷത്തെ എൻ്റെ അസുഖം മാറിക്കിട്ടി. ഒരു പാട് പോലും ഇല്ലാണ്ട് ഇപ്പം മാറിക്കിട്ടിയിരിക്കുന്നു. ഒരു പാട് പോലും ഇല്ലാതെ കൈ അങ്ങോട്ട് ഉണങ്ങില്ല. ഇത് എത്ര വർഷമായിട്ടുണ്ടായിരുന്നത്? 1.5 വർഷമായി. 1.5 വർഷമായി 2 കൈകളുടെയും 10 വിരലുകൾ പഴുപ്പും ചോരയും വന്ന് കുറേ നേരം ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാൽ പിന്നെ വേറെ കൈ കൊണ്ട് വലിച്ച് പൊളിച്ചെടുക്കണം. അതേമാതിരി ചോരയും ചലവും എല്ലാം കൂടെ കൂടി ഒട്ടിപ്പിടിക്കും. ഇതായിരുന്നു 1.5 വർഷമായിട്ട് ഈ കുട്ടിയുടെ സ്ഥിതി. പരീക്ഷകളൊക്കെ എഴുതാൻ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ പേപ്പറിലേക്ക് ഇങ്ങോട്ട് പോയാൽ ഈ കയ്യിൽ നിന്ന് ചോരയും പഴുപ്പെല്ലാം കൂടെ കൂടി ആ പരീക്ഷ പേപ്പറിൽ നിന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ കൂടി പെരട്ടി ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇതായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ സ്ഥിതി. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞു കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞു, ദേ കൺവെൻഷന് പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ കൺവെൻഷന് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ കൂട്ടുകാരി ഒരു നല്ല കൂട്ടുകാരി കേട്ടോ. ദേ വിശ്വാസത്തിൽ ഒരു പ്രയാസം വന്നപ്പോൾ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ 2 പേര് കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാവശ്യം വരുമ്പോൾ പള്ളിയിൽ പോയി കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ 2 പേരുണ്ടെങ്കിൽ അതാണ് നല്ല കൂട്ടുകാരും. ഞാൻ നോക്കി അനേകം ചെറുപ്പക്കാരുടെ കൂടെ 5-6 പേര് ടീമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് മക്കളെ. നിങ്ങൾക്കൊരാവശ്യം വരും, നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ 2 പേര് 5-6 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഒന്ന് ഉറക്കെ പറഞ്ഞ് നിങ്ങൾ പള്ളിയിലൊക്കെ വരികയാണെങ്കിൽ അനാഥങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരിക, ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. ആ കൂട്ടുകാരി ഇവളും കൂടി അങ്ങോട്ട് കഴിഞ്ഞ വർഷമല്ലേ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിച്ചേ? ദേ ഈ കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം. 10 വിരൽ, ഒരു പാട് പോലും ഇല്ലാതെ. ആ വിരലുകൾ ഇങ്ങനെ ഒന്ന് കാണിക്കാവോ? ദേ നോക്കിയേ, ഒരു പാടോ എന്തെങ്കിലും ആ കൈവിരലുണ്ടോ എന്ന് നോക്കിയേ. 10 വിരലുകളും പഴുപ്പും ചലവും നിറഞ്ഞിരുന്നതാണ്. അത് മാറി ഈശോ അത്ഭുതം ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുടെ ഉള്ളിലുള്ള വിശ്വാസം ശക്തി പ്രാപിച്ചു. ആ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ചെറിയൊരു വിശ്വാസം, കൈപ്പത്തിയോളം വലുപ്പമുള്ളൊരു മേഘകഷ്ണം വന്നില്ലേ, അതേമാതിരി ചെറിയൊരു വിശ്വാസത്തിൻ്റെ ഒരു കണിക ഹൃദയത്തിലേക്ക് പതിച്ചു. പിന്നെ അത് വളർന്ന് ശക്തി പ്രാപിച്ചു അത്ഭുതം ചെയ്യുന്ന വിശ്വാസമായി അത് രൂപാന്തരപ്പെട്ടു. പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടായി. അതാണ് ഹെബ്രായ ലേഖനം 11:6 നമ്മൾ വായിച്ചത്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. യു മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് and he rewards for those who seek him.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. അവിടുന്ന് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുക മക്കളെ, മനസ്സ് തളരരുത്, ഒരു കാര്യത്തിലും ചഞ്ചലചിത്തരാകരുത്, ചാഞ്ചല്യമില്ലാതെ പ്രാർത്ഥിക്കുക. വിശ്വാസമുള്ളവരുടെ വിശ്വാസം വഴി വലിയ കാര്യങ്ങൾ കുടുംബങ്ങളിലേക്ക് സംഭവിക്കും. ഇത് നമ്മുടെ കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഹല്ലേലൂയ. Hallelujah. അതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിത്യജീവനുള്ള വിശ്വാസമുണ്ട്, സ്വർഗത്തിലുള്ള വിശ്വാസമുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട മാനസിക അവസ്ഥയെക്കുറിച്ചാണ് വചനം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവമേ, ഞാൻ ഈ കാര്യം സമർപ്പിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് അങ്ങ് ഇടപെട്ട് ഉത്തരം തരണം. വിശ്വാസത്തിൽ മക്കളെ പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Hallelujah. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പിതാവേ അഭിഷേകം ചെയ്യണമേ, പിതാവേ അഭിഷേകം ചെയ്യണമേ, പിതാവേ അഭിഷേകം ചെയ്യണമേ, പിതാവേ അഭിഷേകം ചെയ്യണമേ, യേശുവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. അവിശ്വാസങ്ങൾ മാറട്ടെ, അന്ധകാര ആധിപത്യങ്ങൾ മാറട്ടെ, തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, മനപ്രയാസങ്ങൾ മാറട്ടെ, ദൈവത്തിലുള്ള അവിശ്വാസം വിട്ടുപോകട്ടെ, കൃപ നിറയട്ടെ, ഉണർവ് നിറയട്ടെ, ശക്തി നിറയട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, ദേശങ്ങൾ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ, യുവതിവാക്കന്മാർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Hallelujah, Maranatha. Come, Lord Jesus. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, യേശുവേ, എൻ്റെ കുടുംബത്തിലെ തകർച്ചയിലേക്ക് വരണമേ എന്ന് വിശ്വാസത്തോടെ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നാളുകളായി ഉത്തരം കിട്ടാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും തകർച്ചകളിലേക്കും കർത്താവിനെ നാമം വിളിക്കുക. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈശോയിലേക്ക് നോക്കുക. കുട്ടികൾ പഠിക്കാൻ വിഷമമുള്ള ഓരോ വിഷയങ്ങൾ സമർപ്പിക്കുക. രോഗികൾ ആ രോഗത്തിൻ്റെ പേര് പറയുക. കർത്താവേ, എനിക്ക് ക്യാൻസർ രോഗമാണ്, എന്നെ ഇപ്പോൾ അവിടുന്ന് വന്ന് സുഖപ്പെടുത്തണമേ. കർത്താവേ, ആക്സിഡൻറ്റ് വഴി എൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു കിടക്കുകയാണ്, എൻ്റെ ഒടിഞ്ഞ അസ്ഥികളിലേക്ക് അങ്ങ് വന്ന് സ്പർശിക്കണമേ. ഓരോ അവസ്ഥയുള്ളവർ ഇപ്പോൾ അവരുടെ വേദനകൾ യേശുവിൻ്റെ സന്നിധിയിൽ പറയുക. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കർത്താവേ, സ്പർശിക്കണമേ. ഇപ്പോൾ അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തണമേ. തിന്മകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോട്ടെ കർത്താവേ. യേശുവേ, 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 യേശുവേ,